അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. വേദിയിലിരിക്കുന്ന ബഹുമാന്യനായ അസിസ്റ്റന്റ് അമീർ മുഹമ്മദ് അലി സാഹിബ്, വദീർ സമാൻ സാഹിബ്, വേദിയിലുള്ള മറ്റ് ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, ഏറെ പ്രിയം നിറഞ്ഞ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ തന്നെ സംവിധാനങ്ങൾക്ക് കീഴിലുള്ള കുറേയധികം സ്ഥാപനങ്ങൾ സന്ദർശിക്കാൻ അവസരമുണ്ടായിട്ടുണ്ട്. വ്യത്യസ്ത പരിപാടികളിൽ പങ്കെടുക്കുവാനും സ്ഥാപനങ്ങൾ തന്നെ സംഘടിപ്പിക്കുന്ന പരിപാടികളും അതല്ലാതെ ജമാഅത്ത് വനിതാ വിഭാഗം പങ്കെടുത്തുകൊണ്ട് വിസിറ്റ് ചെയ്യുന്ന പല സ്ഥാപനങ്ങളും. അതിലേറെ സന്തോഷത്തോടു കൂടി പറയാൻ തോന്നുന്നത് ഏറ്റവും ക്രിയേറ്റീവായിട്ടുള്ള സർഗാത്മകമായിട്ടുള്ള ഒരു ടീം കണ്ടത് ഹെവൻസ് വിസിറ്റ് ചെയ്തപ്പോഴാണ്. അതിൽ കൂടുതൽ സത്യം പറഞ്ഞാൽ അവിടെയുള്ള മെന്റേഴ്സിന്റെ കഴിവുകൾ തന്നെയാണ് അവിടുത്തെ വിദ്യാർത്ഥികൾ, മക്കൾ അവതരിപ്പിക്കുന്ന പല പരിപാടികളിലൂടെയും പുറത്തു വരുന്നത്. ഇന്നിവിടെ ഇരുന്നപ്പോഴാണ് നിങ്ങൾ കൂടി അത്തരം ധാരാളം കഴിവുകൾ കൊണ്ട് സമ്പന്നമാണ് എന്നും അത്തരം കഴിവുകൾ കൊണ്ട് സമ്പന്നമായത് കൊണ്ടാണ് അങ്ങനെ ഒരു മക്കളെ നിങ്ങൾക്ക് കലാപരമായിട്ടും വൈജ്ഞാനികമായിട്ടൊക്കെ തന്നെ പിടിച്ചു നിർത്താൻ അല്ലെങ്കിൽ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും അൽഹംദുലില്ലാ ഭയങ്കര സന്തോഷമുള്ളത്, നമ്മളൊരു പുതിയ സംസ്കാരത്തിന് തുടക്കം കുറിച്ച ആളുകളാണ്. ഖുർആനിക് പ്രീ സ്കൂൾ എന്നുള്ളത് ഒരുപക്ഷെ ലോകത്ത് വിവിധ ഭാഗങ്ങളിലുണ്ടാകും. നമ്മുടെ നാട്ടിൽ വിശുദ്ധ ഖുർആനിനെ അടിസ്ഥാനമാക്കി കുഞ്ഞുമക്കളിൽ ഖുർആനും പ്രവാചക സുന്നത്തുമൊക്കെ തന്നെ പഠിപ്പിക്കുന്നിടത്ത്, പരിശീലിപ്പിക്കുന്നിടത്ത് മുന്നിൽ നിൽക്കാൻ കഴിയുന്നു. അതിന് കേരളത്തിലുള്ള ധാരാളം സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് 800ഓളം സ്ത്രീകൾക്ക് ഇതിന് കഴിയുന്നു, അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് ഏറെ സന്തോഷമുള്ള കാര്യമാണ്. ഇവിടെ സംസാരിച്ചവരൊക്കെ, പ്രത്യേകിച്ച് വദീർ സമാൻ സാഹിബ്, ഞാൻ പറയാൻ വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. അതിൽ മുമ്പ് അമീർ സംസാരിച്ചപ്പോഴും പറഞ്ഞിട്ടുണ്ടാവും വിചാരിക്കാം. ഖുർആനിക് പ്രീ സ്കൂൾ എന്നുള്ളത് ഒരുപക്ഷെ നമ്മൾ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ